ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടീം ലേണേഴ്സ്. ഈ വീഡിയോയിൽ അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമിൽ വരുന്ന ഫസ്റ്റ് മോഡ്യൂളിലുള്ള റിലേഷണൽ ഓൾജിബ്ര ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ മോഡ്യൂളിൽ ഒരു ടോപ്പിക്കും കൂടെ ഉള്ളൂ, മാപ്പിംഗ് മോഡലിനെ എങ്ങനെ റിലേഷണൽ മോഡലിലോട്ട് കൺവേർട്ട് ചെയ്യണം, അതും ഈ റിലേഷണൽ ഓൾജിബ്ര മാത്രമാണുള്ളത്. അപ്പോൾ ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ മോഡ്യൂളിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത മോഡ്യൂളിൽ പോവാം. അപ്പോൾ റിലേഷണൽ ഓൾജിബ്ര എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദറ്റ് ടേക്ക് വൺ ഓർ ടു റിലേഷൻസ് ആസ് ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് എ ന്യൂ റിലേഷൻ ആസ് ദെയർ റിസൾട്ട്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഓപ്പറേഷൻസ് തന്നെയാണ്. ആൻഡ് ഇതിൽ നമ്മൾ ഇൻപുട്ടായിട്ട് ടേബിൾസ് കൊടുക്കും, ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നതും ടേബിൾസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ വെച്ച് മാത്രം ചെയ്യുന്ന ഓപ്പറേഷൻസ് ഉണ്ട്, 2 ടേബിൾ 3 ടേബിൾ വെച്ച് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ വരുന്ന ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആൻഡ് റീനെയിം, ഇതൊക്കെയാണ്. ഇനി ഇൻ അഡീഷണൽ ടു ദീസ് ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് നമുക്ക് വേറെ കുറച്ച് ഓപ്പറേഷൻസും കൂടി ഉണ്ട്. സെറ്റ്, ഇൻ്റർസെക്ഷൻ, നാച്ചുറൽ ജോയിൻ ആൻഡ് അസൈൻമെൻറ്റ്, ഇങ്ങനെ വേറെ കുറച്ച് ഓപ്പറേഷൻസും കൂടി ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ഈ സെലക്ട് ഓപ്പറേഷൻ, പ്രൊജക്റ്റ്, റീനെയിം, ഇതൊക്കെ യൂണറി ഓപ്പറേഷൻസ് ആണ്. ബിക്കോസ് ഇതെല്ലാം നമ്മൾ ഒരു ടേബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള 3 ലൈക്ക് സെറ്റ്, ഇൻ്റർസെക്ഷൻ, ജോയിൻ ഓപ്പറേഷൻസ്, അസൈൻമെൻറ്റ്, ഇതൊക്കെ നമുക്ക് ബൈനറി ഓപ്പറേഷൻസ് ആണ്. നമുക്ക് 2 or more പെയർസ് ഓഫ് ടേബിൾസ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെയൊക്കെ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ യൂണറി ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്നത് സെലക്ട്, പ്രൊജക്റ്റ്, റീനെയിം ആൻഡ് ബാക്കിയുള്ള സെറ്റ്, ഇൻ്റർസെക്ഷൻ, നാച്ചുറൽ ജോയിൻ, അസൈൻമെൻറ്റ്, ഇതൊക്കെ ബൈനറി ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് ഓപ്പറേഷനാണ് സെലക്ട് ഓപ്പറേഷൻ. സെലക്ട് ഓപ്പറേഷൻ നമുക്ക് പെർട്ടിക്കുലർ ടപ്പിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെലക്ട് ഓപ്പറേഷൻ. പെർട്ടിക്കുലർ ടപ്പിൾസ് സെലക്ട് ആയി കിട്ടും വിത്ത് എ ഗിവൻ കണ്ടീഷൻ. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന റോസ് മാത്രം നമുക്ക് കിട്ടും. അതാണ് ഈ സെലക്ട് ഓപ്പറേഷൻ. സെലക്ട് ഓപ്പറേഷൻ്റെ സിമ്പിളാണ് സിഗ്മ. ഇതാണ് സെലക്ട് ഓപ്പറേഷൻ്റെ സിമ്പിൾ. ആൻഡ് ഇതിൻ്റെ സിൻറ്റാക്സ് ആണ് സിഗ്മ, എന്തെങ്കിലും കണ്ടീഷൻ, ദെൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് ടേബിളിൻ്റെ പേര്. ദ ആർഗ്യുമെൻറ്റ് റിലേഷൻ ഇസ് ഇൻ പാരാന്തസിസ് ആഫ്റ്റർ ദ സിഗ്മ. ഇത് സിഗ്മ എന്ന് പറയുന്നത് സെലക്ട് ഓപ്പറേഷൻ ആണ്. സിഗ്മയ്ക്ക് താഴെ നമ്മൾ അതിൻ്റെ കണ്ടീഷൻ കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റോൾ നമ്പർ ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം. ഇതൊരു കണ്ടീഷനാണ്. അപ്പോൾ സിഗ്മ, അതിൻ്റെ താഴെ നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് പാരാന്തസിസിൻ്റെ അകത്ത് റിലേഷൻ്റെ പേര് കൊടുക്കണം. ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സിഗ്മ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഈക്വൽ ടു ഫിസിക്സ്, ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇൻസ്ട്രക്ടർ. അപ്പോൾ ഇതിലുള്ളത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിക്സ് ആയിട്ടുള്ള ടപ്പിൾസ് മാത്രം കിട്ടും ഫ്രം ദി ടേബിൾ ഇൻസ്ട്രക്ടർ. ഇതാണ് സെലക്ട് ഓപ്പറേഷൻ. ഇതിൽ വേറൊരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു റിലേഷൻ ഉണ്ട്, അതിൽ ABC, ഇതാണ് അതിൽ വരുന്ന കോളം നെയിംസ്. ഇതിൽ ഫോർ ദി എബോവ് റിലേഷൻ നമ്മൾ ചെയ്തേക്കുന്ന ഓപ്പറേഷനാണ് സിഗ്മ C > 3, അത് കഴിഞ്ഞിട്ട് R. ഈ ഒരു റിലേഷനിൽ നിന്ന് C > 3 വരുന്ന ടപ്പിൾസ് എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ C > 3 വരുന്നത് ഫസ്റ്റ് വൺ ഉണ്ട്, പിന്നെ ലാസ്റ്റ് വൺ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഔട്ട്പുട്ടിൽ ഈ ഫസ്റ്റ് ടപ്പിളും ലാസ്റ്റ് ടപ്പിളും മാത്രം കിട്ടും. അപ്പോൾ ഈ സിഗ്മ ഓർ സെലക്ട് ഓപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് പെർട്ടിക്കുലർ റോസ് സെലക്ട് ചെയ്യാൻ പറ്റും വിത്ത് എ ഗിവൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന ടപ്പിൾസ് മാത്രം സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ഇതിലൊക്കെ വേറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഈ PDF ഓൾറെഡി ടെലഗ്രാം ചാനലിൽ അപ്ലോഡഡ് ആണ്. ദെൻ ഉള്ളത് പ്രോജക്റ്റ് ഓപ്പറേഷൻ. നമ്മൾ സിഗ്മ യൂസ് ചെയ്തത് ടപ്പിൾസ് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, റോസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് പ്രോജക്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ കോളം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു ടേബിളിൽ 2 കോളം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കോളം സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. പ്രോജക്റ്റ് ഓപ്പറേഷൻ്റെ സിമ്പിളാണ് പൈ ആണ് പ്രൊജക്റ്റിൻ്റെ സിമ്പിൾ. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഏതൊക്കെ കോളം വേണോ ആ കോളം നെയിംസൊക്കെ കോമായിട്ട് മെൻഷൻ ചെയ്യാം. ആൻഡ് പാരാന്തസിസിൻ്റെ അകത്ത് ആ ഒരു ടേബിളിൻ്റെ പേരും കൂടി കൊടുക്കണം. ഇതിൽ കൊടുത്തിട്ടുണ്ട് ID, name, salary ഫ്രം ടേബിൾ ഇൻസ്ട്രക്ടർ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത് ഇൻസ്ട്രക്ടർ ടേബിളാണ്. ഇൻസ്ട്രക്ടർ ടേബിളിൽ ID ഉണ്ട്, നെയിം ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഉണ്ട്, സാലറി ഉണ്ട്. എനിക്കിതിൽ ID, നെയിം ആൻഡ് സാലറി മാത്രം കിട്ടിയാൽ മതി. അതിനാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. പ്രൊജക്റ്റ് യൂസ് ചെയ്തിട്ട് ID, നെയിം, സാലറി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇൻസ്ട്രക്ടർ കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ കോളംസ് മാത്രമേ എനിക്ക് കിട്ടും. പ്രോജക്റ്റ് ആൻഡ് സെലക്ട് ഓപ്പറേഷൻ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക്
കോളം ഒരു പെർട്ടിക്കുലർ കോളത്തിലുള്ള വാല്യൂസ് എല്ലാം വേണം. ബട്ട് അതിലുള്ള റോസ് ഞാൻ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ ഇൻസ്ട്രക്ടർ ടേബിളിൽ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൽ പൈ നെയിം, ഈ ഇൻസ്ട്രക്ടർ ടേബിളിൽ 4 കോളമില്ലേ, എനിക്കതിലിപ്പോൾ നെയിം മാത്രം മതി. അപ്പോൾ ഞാൻ നെയിം മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. പൈ നെയിം, അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു ഫിസിക്സ് ആൻഡ് ഇൻസ്ട്രക്ടറാണ് ഈ ടേബിളിൻ്റെ പേര്. അപ്പോൾ പൈ നെയിം ബ്രാക്കറ്റിൻ്റെ അകത്ത് സിഗ്മ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഈക്വൽ ടു ഫിസിക്സ്, അടുത്ത ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മളുടെ റിലേഷൻ്റെ പേരും കൂടി കൊടുക്കണം. അപ്പോൾ ഇതിൽ എന്താവുമെന്ന് വെച്ചാൽ നമുക്ക് നെയിം കോളം മാത്രം കിട്ടും. ആൻഡ് ആ നെയിമിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ആൾക്കാരുടെ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ പേര് മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ ഒരു കോളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഫിനാൻസ്, മ്യൂസിക്, ഫിസിക്സ്, ഹിസ്റ്ററി, ഇങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇതിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ പേര് മാത്രം എനിക്ക് കിട്ടും. അതാണ് ഈ ഒരു ക്വയറിയുടെ മീനിങ്. പൈ നെയിം ഓഫ് സിഗ്മ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഈക്വൽ ടു ഫിസിക്സ് ഓഫ് ഇൻസ്ട്രക്ടർ. അപ്പോൾ ഇതാണ് സെലക്ട് ആൻഡ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. സെലക്ട് നമ്മൾ പെർട്ടിക്കുലർ ടപ്പിൾസ് സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. പ്രൊജക്റ്റ് നമ്മൾ കോളംസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനിയുള്ളതാണ് യൂണിയൻ ഓപ്പറേഷൻ. Union operator is basically used to combine the results of 2 queries into a single result. The only condition is that both queries must return the same number of columns with same data types. ഫോർ എക്സാമ്പിൾ ഇതിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. 2 ടേബിൾസാണ് ഇതിലുള്ളത്. ഫ്രഞ്ച് ടേബിളും ഉണ്ട്, ജർമ്മൻ ടേബിളും ഉണ്ട്. അപ്പം ഞാൻ ഇതിനെ 2 ഡിഫറെൻറ്റ് പ്രൊജക്റ്റ് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. പെർഫോം ചെയ്തിട്ട് അതിനെയാണ് കമ്പൈൻ ചെയ്യാൻ പോകുന്നത്. യൂണിയൻ ഓപ്പറേഷൻ നമ്മൾ യൂഷ്വലി രണ്ട് ക്വയറീസ് എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ ഫ്രഞ്ച് ഉണ്ട്, ജർമ്മൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തേക്കുന്നത് പൈ ഓഫ് സ്റ്റുഡൻറ്റ് നെയിം ഫ്രം ഫ്രഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രഞ്ച് ടേബിളിലുള്ള സ്റ്റുഡൻറ്റ് നെയിംസ് എനിക്ക് കിട്ടും. യൂണിയൻ പൈ ഓഫ് സ്റ്റുഡൻറ്റ് നെയിം ഫ്രം ജർമ്മൻ. അപ്പോൾ എനിക്ക് ജർമ്മനിലുള്ള സ്റ്റുഡൻസിൻ്റെ പേരും കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വയറിയിൽ എനിക്ക് ഫ്രഞ്ചിൻ്റെ സ്റ്റുഡൻറ്റ് നെയിംസ് കിട്ടും. സെക്കൻഡ് ക്വയറിയിൽ എനിക്ക് ജർമ്മൻ്റെ സ്റ്റുഡൻസ് നെയിം കിട്ടും. ഇനി ഈ 2 ക്വയറീസും കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂണിയൻ ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി മാത്സിൽ പഠിച്ചതുപോലെ തന്നെയാണ് യൂണിയൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് വരുവാണെങ്കിൽ അതിനെ നമ്മൾ കട്ടാക്കും. ഡ്യൂപ്ലിക്കേഷൻസ് ഇല്ലാത്തതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 ടേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ റാം, മോഹൻ, വിവേക്, ഗീത, ഇതാണ് ഫ്രഞ്ച് സ്റ്റുഡൻസിൻ്റെ നെയിം. പിന്നെ ജർമ്മൻ സ്റ്റുഡൻസിൻ്റെ നെയിമാണ് വിവേക്, ഗീത, ശ്യാം ആൻഡ് റോഹൻ. ഇതിൽ വിവേക് ആൻഡ് ഗീത ഇത് 2 ടൈംസ് ആണ് വന്നേക്കുന്നത് 2 ടേബിളിന്. അപ്പോൾ നമ്മളുടെ റിസൾട്ടിൽ ഒരു വിവേക് അത് ഒരു ഗീത അത് മാത്രമേ കാണത്തുള്ളൂ. ഇതാണ് റിസൾട്ട്. റാം, മോഹൻ, വിവേക്, ഗീത, ശ്യാം ആൻഡ് റോഹൻ. ഡ്യൂപ്ലിക്കേറ്റ്സ് വരുവാണെങ്കിൽ അതിനെ നമ്മൾ മാറ്റിയിട്ട് റിഡൻഡൻസി റിമൂവ് ചെയ്യും. അപ്പോൾ യൂണിയൻ ചെയ്യുന്നത് 2 ക്വയറീസിൻ്റെ ഔട്ട്പുട്ട്സ് നമ്മൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും ചെയ്ത് അതിൻ്റെ റിസൾട്ടും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്പറേഷനാണ് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ. ഇത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ മാത്സിലൊക്കെ സെറ്റ്സിലൊക്കെ ചെയ്തിട്ടില്ലേ സെറ്റ് ഡിഫറൻസ്, സെയിം ആണ് ഇതിലും. ദ സെറ്റ് ഡിഫറൻസ് ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മൈനസ് സിമ്പിൾ വെച്ചിട്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് അലോസ് us to find tuples that are in one relation but not in another relation. ഒരു റിലേഷനിൽ ആ പർട്ടിക്കുലർ ടപ്പിൾ കാണും, ബട്ട് അടുത്ത റിലേഷനിൽ അത് കാണത്തില്ല. അതാണ് സെറ്റ് ഡിഫറൻസ്. ഒരു സെറ്റിൽ കാണും, അടുത്ത സെറ്റിൽ അത് കാണാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഔട്ട്പുട്ടിൽ എടുക്കാൻ പറ്റും. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ടേബിളുണ്ട്, ജർമ്മൻ ടേബിളുണ്ട്. ഇപ്പോൾ നമ്മൾ പൈ ഓഫ് സ്റ്റുഡൻറ്റ് നെയിം ഫ്രഞ്ച് മൈനസ് പൈ ഓഫ് സ്റ്റുഡൻറ്റ് നെയിം ഫ്രം ജർമ്മൻ. നമ്മളിതിൽ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഫ്രഞ്ച് ടേബിളും ജർമ്മൻ ടേബിളും മൈനസ് ചെയ്യുകയാണ്. ഫ്രഞ്ചിലുള്ള സ്റ്റുഡൻസ് ജർമ്മനിൽ കാണാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ 2 ടേബിൾ നമ്മൾ സെറ്റ് ഡിഫറൻസ് എടുക്കുമ്പോൾ റാം ഫ്രഞ്ചിലുണ്ട്, ജർമ്മനിലില്ല, അപ്പോൾ റാം വരും. പിന്നെ മോഹനുണ്ട്, മോഹൻ ജർമ്മനിലില്ല, അപ്പോൾ മോഹൻ വരും. വിവേക് ഫ്രഞ്ചിലുണ്ട്, സെയിം ജർമ്മനിലുണ്ട്, അപ്പോൾ അത് എടുക്കാൻ പാടില്ല. ഗീത ഫ്രഞ്ചിലുണ്ട്, ജർമ്മനിലുണ്ട്, അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ വേണം, സെക്കൻഡ് സെറ്റിൽ ഇല്ലാത്ത ഐറ്റംസ് ആണ് നമ്മൾ സെറ്റ് ഡിഫറൻസിൻ്റെ ഔട്ട്പുട്ടിലായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ 2 ടേബിൾസിനെയും ഔട്ട്പുട്ട് എടുത്തിട്ട് അതിൽ നമ്മൾ നെയിം കോളം മാത്രം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും.
ദെൻ ഇനിയുള്ള ഓപ്പറേഷനാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ എക്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ എക്സ് വെച്ചിട്ടാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൽ 2 ടേബിൾസ് കൊടുത്തിട്ടുണ്ട്, എ ആൻഡ് ബി. എയിൽ നെയിം, ഏജ് ആൻഡ് സെക്സ് ഉണ്ട്, ആൻഡ് ബിയിൽ ID ആൻഡ് കോഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ A ക്രോസ് ബി ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ A ക്രോസ് ബി അല്ലേ, അപ്പോൾ എയിലുള്ള എല്ലാ ടപ്പിൾസും ബിയിലുള്ള എല്ലാ ടപ്പിൾസുമായിട്ട് കമ്പൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A ക്രോസ് ബി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. A ക്രോസ് ബി ചെയ്യുമ്പോൾ ഈ 2 ടേബിളിലോ ഉള്ള എല്ലാ കോളമും ഒറ്റ ടേബിളാക്കി കിട്ടും. അപ്പോൾ ഇതിൽ ടേബിൾ എയിൽ നമുക്ക് നെയിം, ഏജ്, സെക്സ് ഉണ്ട്. ടേബിൾ ബിയിൽ ID ആൻഡ് കോഴ്സാണുള്ളത്, ID, കോഴ്സ്. അപ്പോൾ നമ്മൾ A ക്രോസ് ബി ചെയ്യുമ്പോൾ അതിൽ ഇത്രയും കോളംസ് കാണും, 1 2 3 4 5. ഈ 5 കോളംസും നമ്മളുടെ പുതിയ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഔട്ട്പുട്ടിൽ കാണും. ഇനി നമുക്ക് 5 കോഴ്സ് ഉണ്ട്. ഇതെങ്ങനെ കമ്പൈൻ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ A ക്രോസ് ബി ആണ് ചെയ്യുന്നത്. അപ്പോൾ എയിലുള്ള എല്ലാ ടപ്പിൾസും ബിയിലുള്ള എല്ലാ ടപ്പിൾസുമായിട്ട് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. നോർമലി മാത്സിലുള്ള സെയിം കാർട്ടീഷ്യൻ പ്രോഡക്റ്റാണ് ഇതിലും. അപ്പോൾ റാം ഉണ്ട്, റാമിന് ID 1 കൊടുക്കണം, ID 2 കൊടുക്കണം. അപ്പോൾ റാം 14 മെയിൽ 1 DS, എഗെയിൻ റാം 14 മെയിൽ 2 DBMS. ഇങ്ങനെ ഇതിലുള്ള ഓരോ ആളും സെക്കൻഡ് ടേബിളിലുള്ള ഓരോ ടപ്പിളുമായിട്ട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇനിയുള്ളതാണ് റീനെയിം ഓപ്പറേഷൻ. റീനെയിം ഓപ്പറേഷൻ നമ്മൾ റോ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ലോവർ കേസ് ഗ്രീക്ക് ലെറ്റർ റോ വെച്ചിട്ടാണ് റീനെയിം ഓപ്പറേഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് നമുക്ക് റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. റീനെയിം ഓപ്പറേറ്റർ ബേസിക്കലി അലോസ് യു ടു ഗിവ് എ ടെമ്പററി നെയിം ടു എ സ്പെസിഫിക് റിലേഷണൽ ടേബിൾ ഓർ ടു ഇറ്റ്സ് കോളംസ്. ഒരു കോളം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റിലേഷൻസിന് ടെമ്പററി ആയിട്ട് നമുക്ക് നെയിം മാറ്റാൻ പറ്റും. അതാണ് റീനെയിം ഓപ്പറേഷൻ. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിളാണ് റോ A by B of R will rename the attribute B of the relation by A. ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിൻടാക്സിൽ റോ A by B of R ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു റിലേഷനിൽ B എന്നൊരു കോളമുണ്ട്. ആ B എന്നുള്ള കോളത്തിൻ്റെ പേര് നമ്മൾ A ആയിട്ടാണ് മാറ്റുന്നത്. അതാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. റോ നമ്മൾ കൊടുക്കാൻ പോകുന്ന പുതിയ പേര് / നമ്മളുടെ പഴയ പേര്, ബ്രാക്കറ്റിൻ്റെ പുറത്ത് റിലേഷൻ്റെ പേര്. ഇതാണ് റീനെയിം ഓപ്പറേഷൻ. ഇത് വെച്ചിട്ട് നമുക്കൊരു ടേബിളിനും റീനെയിം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോളത്തിന് നമുക്ക് റീനെയിം ഒക്കെ യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ വെൻ വി വോണ്ട് ടു അവോയ്ഡ് ആംബിഗ്വിറ്റി, എസ്പെഷ്യലി ഇൻ കോംപ്ലക്സ് ക്വയറീസ്. ഇതിലൊക്കെ എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞ ഓപ്പറേഷൻസ് ആണ്: യൂണിയൻ ഓപ്പറേഷൻ, സെറ്റ് ഡിഫറൻസ് ആൻഡ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇനി ഇതല്ലാതെ നമുക്ക് വേറെ കുറച്ച് അഡീഷണൽ ഓൾജിബ്രായിക് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അതാണ് സെറ്റ് ഇൻ്റർസെക്ഷൻ. സെറ്റ് ഇൻ്റർസെക്ഷന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്യാപിറ്റൽ യുവിനെ അപ്സൈഡ് ഡൗൺ ആക്കി ഇടുമ്പോൾ കിട്ടുന്ന സിമ്പിളാണ് നമ്മൾ സെറ്റ് ഇൻ്റർസെക്ഷന് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് രണ്ടിലും കോമൺ ആയിട്ടുള്ള ടപ്പിൾസ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കോളം മാത്രം സെലക്ട് ചെയ്യുന്നെങ്കിൽ പൈ യൂസ് ചെയ്യാം. അപ്പോൾ യൂസ് ചെയ്തിട്ട് ഇൻ്റർസെക്ഷൻ കൊടുക്കുമ്പോൾ ആ 2 ക്വയറീസിൻ്റെ ഔട്ട്പുട്ടിലുള്ള കോമൺ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം നമുക്ക് കിട്ടും. നോർമലി ഇൻ്റർസെക്ഷൻ യൂസ് ചെയ്യുന്നത് കോമൺ ടപ്പിൾസ് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റ് ഇൻ്റർസെക്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ജോയിൻ ഓപ്പറേഷൻസ്. ജോയിൻ ഓപ്പറേഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നാച്ചുറൽ ജോയിൻ, ഔട്ടർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ, പിന്നെ ന്യൂട്രൽ ജോയിൻ അങ്ങനെ എന്തോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ നാച്ചുറൽ ജോയിൻ ആണ്. ടേബിൾസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജോയിൻ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ നാച്ചുറൽ ജോയിൻ ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇൻഫിനിറ്റിയുടെ സിമ്പിളാണ്. ബട്ട് ഇൻഫിനിറ്റി നമ്മൾ ഇങ്ങനെ ഇടും. ഇത് കേർവ്ഡായിട്ടല്ലാതെ ലൈൻസ് ആക്കി ഇടുന്നതാണ് ഈ നാച്ചുറൽ ജോയിൻ്റെ സിമ്പിൾ. നാച്ചുറൽ ജോയിൻ ഇസ് എ ബൈനറി ഓപ്പറേഷൻ ദറ്റ് ഈസ് റിട്ടൺ ആസ്, ഇപ്പോൾ R നാച്ചുറൽ ജോയിൻ S ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഈ R എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്, എസും ഒരു റിലേഷൻ്റെ പേരാണ്. നമ്മളുടെ ടേബിൾസിൻ്റെ പേര് കൊടുക്കാം. ഇങ്ങനെ എഴുതുമ്പോൾ ഈ Rനെ നമ്മൾ S ആയിട്ട് നാച്ചുറൽ ജോയിൻ ചെയ്യുന്നു. അതാണ് മീനിങ്. നാച്ചുറൽ ജോയിൻ ഇസ് എ ബൈനറി ഓപ്പറേഷൻ ദറ്റ് ഈസ് റിട്ടൺ ആസ് R natural join of S. The result of the natural join is a set of all combinations of tuples in R and S that are equal on their common attribute names.
ഇതിനൊരു എക്സാമ്പിൾ എടുക്കാം. ഇതിൽ 2 ടേബിൾസാണ് ഉള്ളത്. എംപ്ലോയി ടേബിളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളുണ്ട്. നമ്മളിപ്പോൾ ഇതിന് നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ എംപ്ലോയി നാച്ചുറൽ ജോയിൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ചെയ്യുന്നതെന്ന് വയ്ക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ എംപ്ലോയി ടേബിളിലും ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലും കോമൺ ആയിട്ടുള്ള ഫീൽഡാണ് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം. അപ്പോൾ എംപ്ലോയിയിലുള്ളത് നെയിമുണ്ട്, EMP ID ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഉണ്ട്, ആൻഡ് വേറെ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഉണ്ട്, ആൻഡ് മാനേജർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 4 കോളംസ് ആണ് കിട്ടുന്നത്. ആക്ച്വലി ഇതിൽ 5 ഉണ്ട്. ഇത് രണ്ടിലും ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കോമൺ ആയതുകൊണ്ട് നമ്മൾ 4 കോളംസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഹാരി ഉണ്ട്, ഹാരി 3415 ഫിനാൻസ്. ഈ സെയിം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കോളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റോ അങ്ങനെ എടുത്ത് എഴുതും. ഹാരി 3415 ഫിനാൻസ്, പിന്നെ മാനേജർ ജോർജ്, ഇങ്ങനെ എഴുതി. ഇനി അടുത്തത് എടുക്കുകയാണെങ്കിൽ സാലി EMP ID 2241 ഡിപ്പാർട്ട്മെൻറ്റ് സെയിൽസ് ആണ്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും സെക്കൻഡ് ടേബിളുണ്ട്. അപ്പോൾ ആ ഒരു റോയും കൂടി നമ്മൾ എഴുതും. സാലി 2241 സെയിൽസ്, മാനേജർ ഹാരിയറ്റ്. ഇനി അടുത്തെടുക്കുകയാണെങ്കിൽ ജോർജും ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഫിനാൻസ് ആണ്. സെയിം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിമിലുണ്ട്. അപ്പോൾ ജോർജിൻ്റെ ഡീറ്റെയിൽസ് എഴുതാം. ജോർജ് 3401 ഫിനാൻസ്, മാനേജർ ജോർജ്. ഇനി ഹാരിയറ്റ് ഉണ്ട്, ഹാരിയറ്റ് 2202 സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ സെയിൽസ് ഹാരിയറ്റിന് എഴുതി. ഇപ്പോൾ എംപ്ലോയി ഐഡിയിലുള്ള എല്ലാ ടപ്പിൾസും വന്നു. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് നെയിമാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കോമൺ ആയിട്ടുള്ളതൊക്കെ എഴുതി. ഇനി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഈ ഒരു ടേബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഈ പ്രൊഡക്ഷൻ എന്നുള്ള കോളം നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് നമുക്ക് നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ ഫൈനലായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇതിൽ ഫിനാൻസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, വേറെ എക്സ്ട്രാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ബട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ വന്നിട്ടില്ല പ്രൊഡക്ഷനിൽ. ബിക്കോസ് നമ്മൾ ചെയ്യുന്നത് എംപ്ലോയി നാച്ചുറൽ ജോയിൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. എംപ്ലോയിയിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ആരുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ പ്രൊഡക്ഷനെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് മാത്രമാണ് നമ്മൾ ഇതിൽ എടുക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ കോമ്പിനേഷൻസ് ഓഫ് ടപ്പിൾസ് ഇൻ R and S that are equal on their common attribute names. കോമൺ ആയിട്ട് ഒരു ആട്രിബ്യൂട്ട് നെയിം കാണും, ആൻഡ് അതിൽ ഈക്വൽ ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഈക്വൽ അല്ലാത്തത് നമ്മൾ എടുക്കത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് ഈ ജോയിൻ ടേബിളിൽ വരാത്തത് ഔട്ട്പുട്ടിൽ. നെക്സ്റ്റ് ഉള്ളത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് അറ്റ് ടൈംസ് ടു റൈറ്റ് എ റിലേഷണൽ ഓൾജിബ്ര എക്സ്പ്രഷൻ by assigning parts of it to temporary relation variables. The assignment operation denoted by arrow mark which works like assignment in a programming language. ഈ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ നമ്മൾ നോർമലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ അസൈൻമെൻറ്റ് യൂസ് ചെയ്യുന്നത് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വേരിയബിളിന് ഒരു വാല്യൂ അല്ലെങ്കിൽ വേറെ വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സെയിം കോൺസെപ്റ്റാണ് ഇതിലും. ഇതിൻ്റെ സിമ്പിൾ മാത്രമാണ് ഡിഫർ ആവുന്നത്. ഇത് റൈറ്റ് ടു ലെഫ്റ്റ് പോകുന്ന ആരോ ആണ് നമ്മൾ ഇതിൽ അസൈൻമെൻറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയുള്ളതാണ് ഔട്ടർ ജോയിൻ. നാച്ചുറൽ ജോയിൻ നോക്കി. നാച്ചുറൽ ജോയിനിൽ 2 റിലേഷനിലും കോമൺ ആയിട്ട് ഒരു ആട്രിബ്യൂട്ട് നെയിം കാണും. അതിൽ ഈക്വൽ ആയിട്ടുള്ള വാല്യൂസ് മാത്രമാണ് നമ്മളുടെ റിസൾട്ടിൽ വരുന്നത്. ഇനി ഔട്ടർ ജോയിൻ നോക്കാം. നോട്ടീസ് ദാറ്റ് മച്ച് ഓഫ് ദ ഡേറ്റ ഈസ് ലോസ്റ്റ് വെൻ അപ്ലൈയിങ് ഇറ്റ് ജോയിൻ to 2 relations. In some cases, this lost data might hold useful information. An outer join retains the information that would have been lost from the tables, replacing missing data with nulls. There are 3 forms of outer join depending on which the data is to be kept. നമ്മളിപ്പോൾ നാച്ചുറൽ ജോയിൻ ചെയ്തപ്പോൾ 2 ടേബിൾസാണ് കമ്പൈൻ ചെയ്തത്. ബട്ട് സെക്കൻഡ് ടേബിളിലുള്ള ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ മാനേജറും നമ്മളുടെ ഔട്ട്പുട്ടിൽ വന്നിട്ടില്ല. ദേ ആർ മിസ്സിങ്, ദേ ആർ ലോസ്റ്റ് സംവെയർ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഓക്കെ ആണ്. ബട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റ ലോസ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ടർ ജോയിനിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഔട്ടർ ജോയിനിൽ ഇങ്ങനെ ഡേറ്റ ലോസ് ആവത്തില്ല. ഇൻസ്റ്റെഡ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നെയിമുണ്ട്, മാനേജറുണ്ട്, അവർക്കുള്ള എംപ്ലോയി അല്ലേ ഇല്ലാത്തത്. അപ്പോൾ ഈ ടേബിളിൽ തന്നെ എടുത്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയിമിൽ ലാസ്റ്റായിട്ട് കോളം ആഡ് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയിമിൽ പ്രൊഡക്ഷൻ കൊടുക്കും, മാനേജർ നെയിമിൽ
ഇതിലുള്ള മാനേജറിൻ്റെ പേര് കൊടുക്കും. ബാക്കി നെയിമും EMP-ID നമ്മൾ നള്ളിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേറ്റ ലോസ് ആവാതെ ഇരിക്കും. ഇതാണ് നമ്മൾ ഔട്ടർ ജോയിനിൽ ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഡേറ്റ ഈസ് ടു ബി കെപ്റ്റ്, ഏത് ഡേറ്റ ആണ് നമ്മൾ വെക്കേണ്ടത് എന്നതിൽ നമുക്ക് ഈ ഒരു ഔട്ടർ ജോയിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ, റൈറ്റ് ഔട്ടർ ജോയിൻ ആൻഡ് ഫുൾ ഔട്ടർ ജോയിൻ, ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് ഔട്ടർ ജോയിൻസ് ആണ് ഉള്ളത്. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ മീനിങ് ലെഫ്റ്റ് സൈഡുള്ള ടേബിളിൻ്റെ ഡേറ്റാസ് എല്ലാം കാണും. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ ഡേറ്റാസ് ഇല്ലാത്ത ഇതിൽ നമ്മൾ നള്ളിട്ട് വയ്ക്കും. ഇനി റൈറ്റ് ഔട്ടർ ജോയിൻ ആണെങ്കിൽ റൈറ്റ് സൈഡ് ഉള്ള ടേബിളിൻ്റെ ഡേറ്റാസ് എല്ലാം കാണും, ലെഫ്റ്റ് സൈഡിൽ ഇല്ലാത്തതിൻ്റെ പ്ലേസിൽ നമ്മൾ നള്ളിട്ട് വയ്ക്കും. ഫുൾ ഔട്ടർ ജോയിൻ ആണെങ്കിൽ 2 സൈഡുള്ള ടേബിൾസിൻ്റെ ഡേറ്റാസ് എല്ലാം ഇതിൽ കാണും, വാല്യൂ ഇല്ലാത്തതിൽ നമ്മൾ നള്ളിട്ട് വയ്ക്കും. ഇത് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ഔട്ടർ ജോയിൻ ആണ്. ഇതിൽ നമ്മൾ ഈ ഔട്ടർ ജോയിൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, നാച്ചുറൽ ജോയിൻ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിളിലല്ല ഡിനോട്ട് ചെയ്തത്. ഇനി ഔട്ടർ ജോയിൻ ഡിനോട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 ലൈൻസും കൂടി വരും. ഇങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് ഔട്ടർ ജോയിനിങ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു സിമ്പിൾ കാണും, അതിൻ്റെ കൂടെ 2 ലൈൻസും കൂടി. ഇതാണ് ഔട്ടർ ജോയിൻ്റെ സിമ്പിൾ. ഇവിടെ എംപ്ലോയി ടേബിൾ ഉണ്ട്, ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആൻഡ് ഇതിന് നമ്മൾ എംപ്ലോയി ഔട്ടർ ജോയിൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ചെയ്തേക്കുന്നത്. എംപ്ലോയി ടേബിൾ എടുക്കുകയാണെങ്കിൽ എംപ്ലോയി ID ഉണ്ട്, നെയിം ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ID ഉണ്ട്. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് IDയിലും ഡിപ്പാർട്ട്മെൻറ്റ് ID ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഉണ്ട്. ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ID രണ്ടിലും കോമൺ ആണ്. ബട്ട് അത് നമുക്കിതിൽ എടുക്കാൻ പറ്റത്തില്ല, ഒറ്റ ഫീൽഡായിട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഡിപ്പാർട്ട്മെൻറ്റ് IDയിൽ 01 ഉള്ള ID ഉണ്ട്, 02 ഉള്ളതുണ്ട്, 03 ഉള്ളതുണ്ട്. ബട്ട് എംപ്ലോയിയിലാണ് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് IDs ഉള്ളത്. ബട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ 2 ID മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടേബിളിൽ എടുക്കുമ്പോൾ എംപ്ലോയി ഡോട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ID സെപ്പറേറ്റ് എടുക്കണം, ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഡോട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ID സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ആൻഡ് ഇതിൽ നമ്മളിപ്പോൾ ചെയ്തത് എംപ്ലോയി ഔട്ടർ ജോയിൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അപ്പോൾ എംപ്ലോയിയിലുള്ള എല്ലാ ഫീൽഡും ആദ്യം ഇതിൽ കൊടുക്കാം. എംപ്ലോയി ID ഉണ്ട്, ഫസ്റ്റ് നെയിം, എംപ്ലോയി ഡോട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ID, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഡോട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ID, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം. ഈ ആട്രിബ്യൂട്ട്സൊക്കെയാണ് നമ്മളുടെ റിസൾട്ടൻറ്റ് ടേബിളിൽ വരുന്നത്. ഇനി കമ്പൈൻ ചെയ്യാം. അപ്പോൾ എംപ്ലോയി ID ഫസ്റ്റ് വൺ 3415 ആണ്, അത് കൊടുക്കാം. എംപ്ലോയി നെയിം ഹാരി, ഡിപ്പാർട്ട്മെൻറ്റ് ID D01. ഇനി D01 ഉള്ള ഇത് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. D01 ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് ID ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലുണ്ട്. അപ്പോൾ അതിനും D01 കൊടുക്കാം. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഫിനാൻസ് ആണ്, ഫിനാൻസും കൊടുത്തു. ഫസ്റ്റ് റോ ഓവർ. ഇനി സെക്കൻഡ് റോ 2241 സാലി D02 ആണ്. ഈ D02 സെയിം ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലുണ്ട്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാം. ഇനി തേർഡ് വൺ എടുക്കുമ്പോൾ EMP-ID 3401 ആണ്, നെയിം ജോർജ്, ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ID D03 ആണ്. അപ്പോൾ D03 വരെ നമ്മൾ വെച്ചു. ഇനി ഈ D03 എന്ന ഡിപ്പാർട്ട്മെൻറ്റ് ID ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ ഇല്ല, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ഇല്ല. അപ്പോൾ നമ്മൾ വാല്യൂസ് ഇല്ലാത്ത പ്ലേസിൽ നള്ളാണ് ഇട്ട് വയ്ക്കേണ്ടത്. ഇതിലിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ID ഇല്ല D03ക്ക്, അപ്പോൾ അതിൽ നള്ളിട്ടു. അത് നല്ലായതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും നല്ലതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ നാച്ചുറൽ ജോയിൻ ചെയ്തപ്പോൾ വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ, വേറെ ടേബിളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എടുക്കത്തില്ല. ബട്ട് ഇതിൽ അങ്ങനെയല്ല, നമ്മൾ വാല്യൂസ് എടുക്കും. ആൻഡ് നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുക്കുന്ന പ്ലേസിൽ മാത്രം നള്ളിട്ട് കൊടുക്കും. ഉള്ള വാല്യൂസൊക്കെ ഇട്ടിട്ട് ഇല്ലാത്ത വാല്യൂസിന് നള്ളിട്ട് കൊടുക്കും. ഇതാണ് ഔട്ടർ ജോയിനിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആൻഡ് റൈറ്റ് ഔട്ടർ ജോയിൻ നോക്കാം. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ മീനിങ് ലെഫ്റ്റ് ടേബിളിലുള്ള എല്ലാ ഡേറ്റാസും വരും. റൈറ്റ് ടേബിളിൽ ഡേറ്റാസ് ഇല്ലെങ്കിൽ കറസ്പോണ്ടിങ് സെൽസിൽ നമ്മൾ നള്ളിട്ട് വയ്ക്കും. ഇനി റൈറ്റ് ഔട്ടർ ജോയിനിങ് മീൻസ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് റൈറ്റ് സൈഡിലുള്ള ടേബിളായിരിക്കും. റൈറ്റ് സൈഡിലുള്ള ടേബിളെല്ലാം എടുത്തിട്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഡേറ്റാസ് എടുക്കുന്നത്. ഇനിയുള്ളതാണ് ഫുൾ ഔട്ടർ ജോയിൻ. ഫുൾ ഔട്ടർ ജോയിൻ മീനിങ് 2 ടേബിളിലുള്ള എല്ലാ ഡേറ്റാസും നമ്മൾ കമ്പൈൻ ചെയ്യും. ഇത്രയേ ഉള്ളൂ ജോയിൻസ്. ഇനിയുള്ളത് കൺസ്ട്രെയിൻസ് ഓൺ റിലേഷണൽ ഡേറ്റാബേസ് മോഡൽ. ഈ മോഡലിൽ നമ്മൾ കൊടുക്കുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്. നമ്മളുടെ ഡേറ്റാബേസിൽ ഇമ്പോസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ആക്ച്വലി വാലിഡേറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ദി ഡേറ്റാബേസ് ആൻഡ് ഇറ്റ് വാലിഡേറ്റ്സ് ദ വേരിയസ് ഓപ്പറേഷൻസ് ലൈക്ക് ഇൻസേർഷൻ, അപ്ഡേഷൻ ആൻഡ് അതർ പ്രോസസ്സസ് ദറ്റ് ആർ ടു ബി പെർഫോംഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഡേറ്റ. ആൻഡ് ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ട്. മെയിൻലി 4 ടൈപ്സ് ആയിട്ടാണ് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്.
First one domain constraints, second one key constraints or uniqueness constraints, third one entity integrity constraints, and fourth one referential integrity constraints. ഇങ്ങനെ 4 types of constraints ആണ് ഉള്ളത്. ഇനി ഇതിൽ ഫസ്റ്റ് വൺ ഡൊമൈൻ കൺസ്ട്രെയിൻസ് ആണ്. ഡൊമൈൻ കൺസ്ട്രെയിൻസ് മീനിങ് ഫസ്റ്റ് തിങ് DBMSൽ ഓരോ വാല്യൂസും അറ്റോമിക് ആയിരിക്കണം. എവറി ഡൊമൈൻ മസ്റ്റ് കണ്ടെയ്ൻ അറ്റോമിക് വാല്യൂസ്. ഓരോ ടേബിളിലും എല്ലാ സെല്ലിലുള്ള വാല്യൂസും അറ്റോമിക് ആയിരിക്കണം. അതാണ് DBMSൻ്റെ ഫസ്റ്റ് റൂള്. അതിൽ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ഒന്നും അലൗഡ് അല്ല. ഇതൊരു കൺസ്ട്രെയിൻ്റ് ആണ്. പിന്നെ വി പെർഫോം എ ഡേറ്റ ടൈപ്പ് ചെക്ക് ഹിയർ, വിച്ച് മീൻസ് വെൻ വി അസൈൻ എ ഡേറ്റ ടൈപ്പ് ടു എ കോളം വി ലിമിറ്റ് ദ വാല്യൂസ് ദാറ്റ് ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ. എക്സാമ്പിൾ, ഇഫ് യു അസൈൻ ദ ഡേറ്റ ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഏജസ് ഇൻറ്റ്, വി ക്യാൻ ഗിവ് ഇറ്റ് വാല്യൂസ് അതർ ദാൻ ഇൻറ്റ് ഡേറ്റ ടൈപ്പ്. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ അറ്റോമിക് മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്കും വേറെ കൺസ്ട്രെയിൻസും കൂടി കൊടുക്കാം. ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു കോളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു കോളത്തിൽ ഏത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് കൊടുക്കേണ്ടത്, ഇൻറ്റീജർ ആണോ, ടെക്സ്റ്റ് ആണോ, ക്യാരക്ടർ ആണോ, ഇങ്ങനെ നമുക്ക് അതും കൂടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റോൾ നമ്പർ ഇൻറ്റീജർ ആണ് എന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിൽ നമ്മൾ ക്യാരക്ടേഴ്സ് ഒന്നും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഡൊമൈൻ കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ഡൊമൈൻ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് ഓരോ ആട്രിബ്യൂട്ട്സിന് നമ്മൾ സെറ്റ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് ആണ്. ലൈക്ക് അത് നോർമലി നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കും. ഓരോ കോളത്തിലും നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണ് കൊടുക്കുന്നത് എന്ന് ഡേറ്റ ടൈപ്പ് സെറ്റ് ചെയ്യും. ആൻഡ് യൂണിവേഴ്സലി ഉള്ളതാണ്, ഒരു സെല്ലിൽ അറ്റോമിക് വാല്യൂ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ, മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഡൊമൈൻ കൺസ്ട്രെയിൻസ്. ഇനി വരുന്നതാണ് കീ കൺസ്ട്രെയിൻസ് ഓർ യൂണിക്നെസ് കൺസ്ട്രെയിൻസ്. ഇതിൽ നമ്മൾ കീസ് ഒക്കെ സെറ്റ് ചെയ്യും. പ്രൈമറി കീ കൊടുക്കും. പ്രൈമറി കീ കൊടുക്കുമ്പോൾ എന്താവുമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കോളത്തിൽ യൂണിക് വാല്യൂസ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ റോൾ നമ്പർ ഞാൻ പ്രൈമറി കീ ആക്കിയാൽ 2 ടൈംസ് എനിക്ക് റോൾ നമ്പർ 1 കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ റോൾ നമ്പർ 10 ആണെങ്കിലും 2 ടൈം എനിക്ക് 10 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ വാല്യൂസും യൂണീക്ക് ആയിരിക്കണം. അതുകൊണ്ടാണ് പ്രൈമറി കീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കീ കൺസ്ട്രെയിൻസ്. ദീസ് ആർ കോൾഡ് യൂണിക്നെസ് കൺസ്ട്രെയിൻസ് since it ensures that every tuple in a relation should be unique. കീ കൺസ്ട്രെയിൻസ് കൊടുക്കുന്നത് നമ്മൾ ഓരോ ടപ്പിൾസിനെ യൂണീക്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ യൂണീക്നെസ് കൺസ്ട്രെയിൻസ് എന്നും പറയുന്നത്. ഇനിയുള്ളത് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. ഇത് it says that no primary key can take a null value, since using primary key we identify each tuple uniquely in a relation. എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് മീനിങ്, ഇപ്പോൾ നമ്മൾ ഒരു കീ പ്രൈമറി ആയിട്ട് സെറ്റ് ചെയ്താൽ അതിൽ നൾ വാല്യൂസ് വരാൻ പാടില്ല. ബിക്കോസ് നമ്മളിപ്പോൾ നൾ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടപ്പിളിനെ നമുക്ക് യൂണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പ്രൈമറി കീ ആയിട്ട് സെറ്റാക്കുന്ന കോളത്തിന് നൾ വാല്യൂസ് കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഈ എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസിൽ പറയുന്നത്. ഇനിയുള്ള ഫോർത്ത് ടൈപ്പാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. ഇത് ആക്ച്വലി നമ്മൾ ഫോറിൻ കീ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഫോറിൻ കീ മീനിങ് ഒരു ടേബിളിൽ ആ ഒരു പെർട്ടിക്കുലർ കീ പ്രൈമറി കീ ആയിരിക്കും, ബട്ട് വേറൊരു ടേബിളിൽ അത് പ്രൈമറി കീ ആയിരിക്കത്തില്ല. അതാണ് ഫോറിൻ കീ. അപ്പോൾ ഫോറിൻ കീ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു കീ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി അത് പ്രൈമറി കീ ആയിട്ടുള്ള ടേബിളിൽ പോയിട്ട് നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഫോറിൻ കീ നമ്മൾ റെഫറൻസിന് കൊടുത്തിട്ടുള്ള ടേബിൾസിലുള്ള വാല്യൂസും കൂടി അഫക്റ്റ് ചെയ്യും. അപ്പോൾ ദ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഇസ് സ്പെസിഫൈഡ് ബിറ്റ്വീൻ 2 റിലേഷൻസ് ഓർ ടേബിൾസ് ആൻഡ് യൂസ് ടു മെയിൻറ്റെയിൻ ദ കൺസിസ്റ്റൻസി among the tuples in 2 relations. ഇത് കൊടുക്കുന്നത് കൊണ്ട്, ഇങ്ങനെ റെഫറൻസ് കൊടുക്കുന്നത് കൊണ്ട്, ഇപ്പോൾ ഒരു ടേബിളിൽ ഞാൻ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്താൽ വേറെ ടേബിളിൽ ഓട്ടോമാറ്റിക്കലി വാല്യൂസ് അപ്ഡേറ്റ് ആവും. എനിക്ക് സെപ്പറേറ്റ് പോയിട്ട് 2 ടൈംസ് 2 ടേബിളിലും പോയി അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല, ഒരു ടേബിളിൽ ചെയ്താൽ മതി. അതേപോലെ നമുക്ക് അപ്ഡേഷൻ, എഡിറ്റിംഗ്, ഡെലിറ്റിംഗ് എല്ലാം തന്നെ ഒറ്റ ടേബിളിൽ മാത്രം ചെയ്താൽ മതി, എല്ലാ ടേബിൾസിലും പോയിട്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫോറിൻ കീ ഒക്കെ കൊടുക്കുന്നത്. This constraint is enforced through a foreign key. When an attribute in the foreign key of relation R1 has the same domain as the primary key of relation R2, then the foreign key of R1 is set to reference or refer to the primary key of relation 2. The values of the foreign key in a tuple of R1 can either take the value of the primary key for some tuple in R2 or can take null values but cannot be empty. ഈ ഫോറിൻ കീ എംറ്റി ആവാൻ പാടില്ല. ഇറ്റ് ക്യാൻ ടേക്ക് നൾ വാല്യൂസ് ഓർ ദ വാല്യൂസ് ഈ പ്രൈമറി കീ ആയിട്ടുള്ള ടേബിളിലുള്ള വാല്യൂസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നൾ വാല്യൂസും കൊടുക്കാം, ബട്ട് എംറ്റി ആവാൻ പാടില്ല. നമ്മൾ ആക്ച്വലി റെഫറൻഷ്യൽ കൺസ്ട്രെയിൻസിൽ ഫോറിൻ കീ ആണ് മീൻ ചെയ്യുന്നത്. ഇനിയുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് റിലേഷണൽ ഡേറ്റാബേസ് മോഡലാണ്. ആസ് കമ്പയർഡ് ടു നെറ്റ്വർക്ക് മോഡൽ ആൻഡ് ഹൈറാർക്കിക്കൽ മോഡൽ ഇത് സിംപ്ലർ ആണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഈസിയാണ്.
ആൻഡ് ഇതിൻ്റെ സ്ട്രക്ചർ നമ്മളുടെ റിക്വയർമെൻറ്റ് ബേസ് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡേറ്റ ഇൻറ്റഗ്രിറ്റി കാണും, ബിക്കോസ് നമ്മൾ ഇതിൽ കുറേ കൺസ്ട്രെയിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കീ കൺസ്ട്രെയിൻസ്, ഫോറിൻ key constraints such as primary key constraints, foreign key and unique constraints etc. അപ്പോൾ നമുക്ക് ഡേറ്റ ഇൻറ്റഗ്രിറ്റി കാണും അവിടെ. പിന്നെ ഫ്ലെക്സിബിൾ ആണ്. ദ റിലേഷണൽ മോഡൽ ഇസ് ഹൈലി ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ഹാൻഡിൽ എ വൈഡ് റേഞ്ച് ഓഫ് ഡേറ്റ ടൈപ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. പിന്നെ സ്കെയിലബിൾ ആണ്. ദെൻ ഹൈ സെക്യൂരിറ്റി ഉണ്ട്. ഡേറ്റ കൺസിസ്റ്റൻസ് ആയിരിക്കും. ക്വയറി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് റിലേഷണൽ ഡേറ്റാബേസ് മോഡലിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കൺവേർട്ടിംഗ് ഓർ മാപ്പിംഗ് ER മോഡൽ ടു റിലേഷണൽ മോഡൽ നോക്കാം. താങ്ക് യു.